അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ, അത് ദുൽഖർ സൽമാന്റെ സിനിമയാണ്, അത് വേണ്ട രീതിയിൽ വിജയിക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. ഈ ഹൈറ്റും ഞങ്ങൾക്കില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഞാൻ പണ്ടെങ്ങാണ്ട് എൻ്റെ ഒരു വട്ടം തീരുമാനം എന്ന് എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു തീരുമാനമാണ് നമ്മളുടെയൊക്കെ ലൈഫ് മാറ്റിയിരിക്കുന്നത്. അത് എൻ്റെ വീട്ടുകാരുടെയും എൻ്റെ കൂട്ടുകാരുടെയും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഞാൻ എന്നുള്ള ആള് സിനിമയിൽ വന്നതിന് ശേഷം. അതിൻ്റെ വിജയത്തിനെ മറ്റ് ഇൻഡസ്ട്രികളിലെ സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. മലയാളികൾ എല്ലാ ഭാഷകളിലുള്ള സിനിമയും കാണും. ചങ്ങായിമാരെ, എന്നെ ഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ടൊവിനോ തോമസിന്റെ പുതിയതായിട്ട് വരാൻ പോകുന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പല ചാനലുകളിലും ടൊവിനോ തോമസും പിന്നെ പടത്തിലെ ചില ആക്ടേഴ്സുകൾ കൂടി ഇന്റർവ്യൂ കൊടുക്കുന്നത് കാണാനിടയുണ്ടായിരുന്നു. അങ്ങനെ കാണുന്നതും അല്ലെങ്കിൽ ഈ ഇന്റർവ്യൂസ് നോക്കുന്നത്, കാരണം ടൊവിനോ തോമസിന്റെ ഇന്റർവ്യൂ ടൊവിനോ തോമസിന് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ പല ഇന്റർവ്യൂ കാണുന്നതിൻ്റെ ഇടയിലാണ് മൂവി മാൻ എന്ന് പറയുന്ന ചാനലിൽ ടൊവിനോ തോമസിന്റെ ഒരു ഇന്റർവ്യൂ കാണാൻ, ഒരു 27 മിനിറ്റ് മേലെയുള്ള ഒരു ഇന്റർവ്യൂ ആണ് കാണാനിടയായിട്ടുണ്ടായിരുന്നു. അതിന്റെ തമ്മിൽ ഇങ്ങനെയാണ്: ദുൽഖറിന്റെ പരാജയത്തിൽ ഞാൻ എന്തിന് സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ തമ്മിൽ തുടങ്ങിയിരിക്കുന്നത്. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള നടന്മാർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നടന്മാരുടെ അഭിപ്രായങ്ങൾക്കോ വിപരീതമായിട്ടാണ് ഇതിൽ ടൊവിനോ തോമസ് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നത്. ആൾ പറയുന്നത് ആളുടെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ ആളുടെ മാത്രം കാര്യങ്ങളാണെങ്കിൽ പോലും അത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ ശരിയായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം, തുടർന്ന് നമ്മുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്താം. വാ. ഒരു ആക്ടർ ആകണം, സ്റ്റാർഡും കൂടെ കീപ്പ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇത്രയും കാലമായിട്ട് എൻ്റെ സിനിമകളും എൻ്റെ തിരഞ്ഞെടുപ്പുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് അതിനെപ്പറ്റി അത്ര ഞാൻ ബോധേഡല്ല. സ്റ്റാർഡത്തിനെ പറ്റിയിട്ട് ഞാൻ അത്ര ബോധേഡല്ല. ബാങ്കബിലിറ്റിനെ പറ്റിയിട്ട് ഞാൻ ബോധേഡാണ്. കാര്യം ഞാൻ ആഗ്രഹിക്കുന്ന പോലത്തെ സിനിമകൾ ചെയ്യാനായിട്ട് എന്നെ വിശ്വസിച്ച് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസർ വരണം. ആ വരുന്ന പ്രൊഡ്യൂസർക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമില്ലാതെ ആ സിനിമ ഇറങ്ങണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ നോക്കിക്കാണുന്നത് സ്റ്റാർഡമായിട്ടല്ല, അതിനെ ഞാൻ നോക്കിക്കാണുന്നത് ബാങ്കബിലിറ്റി എന്നാണ്. അതാണ് അതിൻ്റെ യഥാർത്ഥ ടേം. അതിനപ്പുറത്തേക്ക് സ്റ്റാർഡത്തിനോട് എനിക്ക് അത് ഒരു പരിധി വിട്ടാൽ സ്റ്റാർഡും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യും. ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉണ്ടാവും എല്ലാവർക്കും ഒരു മുൻവിധി ഉണ്ടാവും. നമ്മൾ കാണുമ്പോൾ ഇയാൾ ഇങ്ങനെ ആയിരിക്കും, ഇയാള് ഭയങ്കര സ്റ്റാറാണ്, ഇയാളാണ് എന്തായാലും അവസാനത്തെ ഡീലിൽ ജയിക്കുള്ളൂ എന്നൊന്നും. പക്ഷെ അവസാനത്തെ ഡീലിൽ തോക്കണം, ചിലപ്പോൾ തോറ്റേക്കാം എന്ന് ആൾക്കാർക്ക് തോന്നണം. അങ്ങനെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ടാവണം. അതിനൊക്കെ എനിക്ക് തോന്നുന്നു സ്റ്റാർഡും എനിക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ്. ബാങ്കബിലിറ്റി ആവശ്യമുണ്ട്. കേട്ടില്ലേ? ഇത് പല നടന്മാരുടെ വിപരീതമായ ഒരു അഭിപ്രായമാണ് ടൊവിനോ തോമസിൻ്റെ നിന്നും ഞാൻ ഇതിൽ കേൾക്കാൻ കഴിഞ്ഞത്. കാരണം പല നടന്മാരും ഞാൻ ഇതുപോലെ കേട്ടിട്ടില്ല. പിന്നെ കേട്ടിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജൊക്കെ ഈ റേഞ്ചിൽ തന്നെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ പറയുന്നുണ്ട് ബാങ്കബിലിറ്റിയാണ് ഞാൻ നോക്കുന്നത്. കാരണം തന്നെ വിശ്വസിച്ച് പണം ഇറക്കുന്നവന് നഷ്ടമുണ്ടാകരുത് എന്ന് ഒരു നടൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ നടൻ വേറെ എല്ലാവരും മനുഷ്യനാണ്, നല്ലൊരു മനുഷ്യനാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന സ്റ്റാർഡം എന്ന് പറയുന്ന ഈ നടന്മാർ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് മേടിക്കുന്നൊന്നുമല്ല. അദ്ദേഹത്തിന്റെ അഭിനയവും അദ്ദേഹത്തിന്റെ പരിശ്രമവും കണ്ടിട്ട് മറ്റുള്ളവർ എന്ന് വെച്ചാൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയാണ്. ആ വ്യക്തിയോടുള്ള സ്നേഹമാണ് ആ സ്റ്റാർഡമായി മാറുന്നത്. ആ സ്നേഹം കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ന് ലാലേട്ടനും മമ്മൂക്കൊക്കെ ഉള്ള പോലത്തെ പ്രശ്നങ്ങൾ വരും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം വാലിബൻ സിനിമ വന്നു. വാലിബനിൽ ലാലേട്ടൻ ആ കഥാപാത്രം അതാണ്, അല്ലെങ്കിൽ ആ സിനിമ പറയുന്ന ഒരു മുത്തശ്ശി കഥ പോലെയാണ്. എന്നാൽ ലാലേട്ടനെ നമ്മൾ കണ്ടിട്ടുള്ളതും ലാലേട്ടൻ്റെ സ്റ്റാർഡം വെച്ചിട്ടും ആ രീതിയിലല്ല നമ്മൾ ആ പടം നോക്കിക്കാണുന്നത്. ലാലേട്ടൻ്റെ അഭിനയം നമ്മൾ അങ്ങനെയല്ല നോക്കിക്കാണുന്നത്. അതുകൊണ്ട് എന്താണ് പലർക്കും നെഗറ്റീവ് റിവ്യൂ പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പലരും പറഞ്ഞത് നെഗറ്റീവ് റിവ്യൂ ആണ്. ആ സിനിമ പലർക്കും ഇഷ്ടപ്പെട്ടില്ല. പകരം അത് ഇപ്പോൾ മോശം അവസ്ഥയിലാണ് ആ പടം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്, അതിനെയാണ് ഈ സ്റ്റാർഡം എന്ന് പറയുന്നത്. ജനങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഒത്തിരി പ്രതീക്ഷിക്കുന്നു. എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ആ നടനില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നടൻ്റെ അഭിനയമായില്ല, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ അങ്ങനെയല്ല വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടന് കൊടുത്തിരിക്കുന്ന കഥാപാത്രം അങ്ങനെയല്ല എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആ പടം ആൾക്കാർ പല രീതിയിലായിരിക്കും പിന്നെ അതിൻ്റെ അഭിപ്രായങ്ങൾ വരുന്നത്. തമിഴ്നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഈ പറയുന്ന രജനീകാന്തിനൊക്കെ ഇടികൊള്ളുമ്പോൾ കത്തിയൊക്കെ തിയേറ്ററിൽ എറിഞ്ഞു കൊടുക്കുന്ന പരിപാടിയിൽ അത് ഇത്രത്തോളം അല്ലെങ്കിൽ ആ രീതിയിൽ ആ വ്യക്തികളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പിന്നെ സ്റ്റാർഡം നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പലരും നല്ല നല്ല സ്ക്രിപ്റ്റുകൾ തിരുത്തും. എന്ന് വെച്ചാൽ ഒരു നല്ല സ്ക്രിപ്റ്റ് വന്നാൽ ആ സ്ക്രിപ്റ്റ് ചിലപ്പോൾ ലാസ്റ്റ് ഈ പറയുന്ന നടൻ മരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടൻ ചതിക്കപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നടൻ ലാസ്റ്റ് വില്ലനായി മാറുന്നതായിരിക്കാം. പക്ഷെ ഇത് തൻ്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് സ്വയം ചിന്തിക്കുകയും
തുടർന്ന് അതിൽ വെട്ടിത്തിരുത്തി കാര്യങ്ങളൊക്കെ മാറ്റി കഴിയുമ്പോൾ ആ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് തന്നെ മാറിപ്പോവുകയും പടം ചിലപ്പോൾ വിജയിക്കാതെ പോവുകയും ഈ പറയുന്ന തന്നെ വിശ്വസിച്ച് പണം മുടക്കിയവർക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്യും. അതാണ് സ്റ്റാർഡം നോക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ബാങ്കബിലിറ്റി അവിടെ നഷ്ടപ്പെടുന്നതുമായ ഒരു അവസ്ഥ വരുന്നത്. ഇനി ഇതല്ലാണ്ട് കുറച്ച് കാര്യം കൂടി പറയുന്നുണ്ട്, അത് ഈ ഫാൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതും നമുക്കൊന്ന് കേട്ടു നോക്കാം. മനുഷ്യ സഹജമായിട്ട് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തില് യഥാർത്ഥത്തില് ഇപ്പൊ മറ്റൊരാളുടെ ചിത്രം ഹിറ്റടിച്ച് പാനിന്റെയിൽ ശ്രദ്ധിക്കപ്പെടുന്നു, പാനിന്റെ ചിത്രം ഇറക്കുന്നു, അങ്ങനെ ആ തരത്തിലൊക്കെ മനുഷ്യനായിരിക്കില്ല. കാര്യം എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു കാര്യം. കാര്യം എന്താ വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇവിടെ സിനിമയിൽ വന്ന് ആദ്യം ABCD എന്ന് പറയുന്ന ഒരു സിനിമയിലെ കൂടെയാണ് ആൾക്കാർ എൻ്റെ ഫേസ് ഒന്ന് രജിസ്റ്റേർഡ് ആവുന്നത്. അത് ദുൽഖർ സൽമാന്റെ സിനിമയല്ലേ, അത് ദുൽഖർ സൽമാന്റെ സിനിമയാണ്, അത് വേണ്ട രീതിയിൽ വിജയിക്കേണ്ടതെന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ആ സിനിമയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഞാൻ അന്ന് മുതൽ കാണുന്നതാണ്. നിങ്ങൾ ഈ കാണുന്നത് നിങ്ങളും നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങളെ ആക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുന്നത്. അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ടേഴ്സിന്റെ പേര് പറഞ്ഞിട്ട് വഴക്ക് കൂടുന്നുണ്ടാവും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാൻ വേറെ നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ കുറേ സിമിലർ എക്സ്പീരിയൻസസും നമുക്കുണ്ട്. അത് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ തൊട്ട് കാണുന്നില്ലേ ദുൽഖറിനെ. അന്നേ എൻ്റെ അടുത്ത് ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. ഇപ്പൊ അജയന്റെ 2ാം മോഷണത്തിലെ മണി എന്നുള്ള കഥാപാത്രമായിട്ട് എന്നെ ഏറ്റവും ആദ്യം കാണുന്നത് ദുൽഖർ സൽമാനാണ്. കാര്യം എന്ന് വെച്ചാൽ മുകളിൽ കൊത്തയുടെ ഷൂട്ട്, താഴത്ത് ഞങ്ങളുടെ മുകളിൽ കൊത്തയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ദുൽഖർ താമസിക്കുന്നു, താഴത്ത് ഞാൻ താമസിക്കുന്നു. കാരക്കുടിയിലായിരുന്നു ഷൂട്ട്. അന്ന് നമ്മൾ മേക്കപ്പ് കിട്ടി കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് ദുൽഖർ മുകളിലോട്ട് പറഞ്ഞത്, എന്നാ ഒന്ന് പേടിപ്പിച്ചേക്കാൻ പറഞ്ഞു, ഞാൻ ബാക്കി പോയിട്ട് പറഞ്ഞ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ഒരു ഐറ്റം ഞങ്ങൾക്കില്ല. നിങ്ങൾ അതൊക്കെ ഭയങ്കര സിനിമാറ്റിക്കാണ്, നിങ്ങളുടെ ഭാവനയിലാണ് ശരിക്കും അങ്ങനെയുള്ളത്. നമ്മളാരും മറ്റുള്ളവരുടെ പരാജയം കൊണ്ട് വിജയിക്കുക എന്നുള്ളത് ഞാനതിൽ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. വേറൊരാളുടെ പരാജയത്തിൽ എനിക്ക് എത്ര പ്രാവശ്യം ജയിക്കാൻ പറ്റും? എൻ്റെ കഴിവ് കൊണ്ട് വേണ്ട ഞാൻ ജയിക്കാൻ. മറ്റൊരുത്തൻ്റെ കഴിവുകൾ കൊണ്ട് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ജയിക്കാൻ പറ്റുമായിരിക്കും, അബദ്ധത്തിൽ 2 പ്രാവശ്യം ജയിക്കാൻ പറ്റുമായിരിക്കും, അബദ്ധത്തിൽ. പക്ഷേ നമ്മളെ തന്നെ കൂടുതൽ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുക, നമ്മൾ വേറെടുക്കേണ്ട എഫേർട്ട് മുഴുവൻ എടുക്കുക, എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് സക്സസ് ഉണ്ടാക്കുക. അത് മറ്റൊരാളുടെ സക്സസും എൻ്റെ സക്സസും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒരുപക്ഷെ ചിലപ്പോൾ അവരുടെ സക്സസ് എന്നുള്ള കൺസെപ്റ്റ് ആയിരിക്കില്ല എൻ്റെ കൺസെപ്റ്റ്. എൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഹാപ്പി ആയിരിക്കുക, ആവശ്യത്തിന് ബാങ്കബിലിറ്റി ഉണ്ടാവുക, ചെയ്യാൻ ഇഷ്ടമുള്ള പോലത്തെ സിനിമകൾ ചെയ്യുക, ഫാമിലിയായിട്ട് കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, യാത്ര ചെയ്യുക, നല്ല ഭക്ഷണം കഴിക്കുക, ആരോഗ്യം നോക്കുക, കഴിഞ്ഞു. ഇതൊക്കെയാണ് എൻ്റെ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനിപ്പോൾ ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതിന് എനിക്ക് ഇവിടുത്തെ എന്താ പറയുക, ഇവിടുത്തെ ഏറ്റവും വലിയ ഹിറ്റ് എൻ്റെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. എനിക്ക് അത്യാവശ്യത്തിന് ജോലിയുണ്ട്, അത്യാവശ്യം സമാധാനവും സന്തോഷവും ചുറ്റും കൂട്ടുകാരും ഫ്രണ്ട്സും ഫാമിലി എല്ലാം ഉണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് മറ്റൊരാളുടെ പരാജയം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അസൂയപ്പെടുന്നത്? എന്തിനാണ്? അവർക്ക് ആവശ്യമുള്ള പലതും എനിക്ക് ആവശ്യം ഉണ്ടാവില്ല, അവർക്ക് ആവശ്യമില്ലാത്ത പലതുമായിരിക്കും എനിക്ക് ആവശ്യം. അപ്പൊ ഇതങ്ങനെ അങ്ങനെ ഒരാളുടെ സക്സസ് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയല്ല പറഞ്ഞത്. മറ്റൊരാളെ തകർച്ച അല്ലെങ്കിൽ മറ്റൊരാളുടെ കഴിവില്ലായ്മ ഒരിക്കലും നമ്മളുടെ വിജയത്തിലേക്ക് വഴിതെളിക്കില്ല. നമ്മൾ കഷ്ടപ്പെടണം, നമ്മളുടെ കഴിവുകൾ വെച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം വെച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതേ പറഞ്ഞ ഫാൻ ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴും സോഷ്യൽ മീഡിയ നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോഴും നോക്കിയാലും നമ്മുടെ ബിഗ് എമ്മുകളെ കുറിച്ചുള്ള ഫാൻ ഫൈറ്റുകളല്ലാതെ ഈ പറയുന്ന സാധാരണ നടന്മാർക്ക് ഇത്രത്തോളം ഫാൻ ഫൈറ്റുകളൊന്നും ഉണ്ടായി ഞാൻ കാണുന്നില്ല. ഈ പറയുന്ന ദുൽഖർ സൽമാനോ അല്ലെങ്കിൽ ഈ പറയുന്ന പൃഥ്വിരാജിന് അല്ലെങ്കിൽ ടോവിനോ തോമസിന് അങ്ങനെ വലിയ വലിയ ഫാൻ ഫൈറ്റ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ സിനിമ പോകും, അവർക്ക് ഒരു കൂട്ടം ഫാൻസ് ഉണ്ട്, അവരുടെ സിനിമ ഫാൻ പോയി കാണും. ഇപ്പൊ ദുൽഖർ സൽമാന്റെയും അതേപോലെ തന്നെ ടോവിനോന്റെ ഒക്കെ സിനിമ ഒരു സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫാൻ ഫൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ആർക്ക് വേണമെങ്കിൽ അവരെയും പോയി കാണാം. ഇനി ദുൽഖറിന്റെ കണ്ടു കഴിഞ്ഞാൽ നേരെ ടോവിനോന്റെ പോയി കാണുന്നതും കാണാം. കാരണം അവിടെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പകരം ഇപ്പോഴും മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഒരു വികാരമായി കൊണ്ടു നടക്കുന്നവരുണ്ട്. അവർക്ക് ഇപ്പോഴും ഈ ചെറിയ മനസ്സിലൊക്കെ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ട്. എന്നാൽ അത് ഈ പറയുന്ന നമ്മളെപ്പോലുള്ള പ്രേക്ഷകരുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ മമ്മൂക്കാക്കോ ലാലേട്ടനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ്റെ സിനിമ കണ്ടിട്ട് അതിലെ അഭിപ്രായങ്ങൾ മമ്മൂക്ക വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും മമ്മൂക്കാടെ സിനിമകൾ വിജയിക്കുമ്പോൾ അതിന് കൺഗ്രാസും കാര്യങ്ങളും പറഞ്ഞ് ലാലേട്ടൻ കോണ്ടാക്ട് ചെയ്യുന്നത് ചില സമയങ്ങളിൽ ഇവരെ വീടുകളിലേക്ക് അവർ തമ്മിൽ ചെന്ന് സൗഹൃദം പുലർത്തുന്നതുമായ കാര്യങ്ങൾ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് കേട്ടിട്ടുള്ളതുമാണ്. അപ്പം ഇവർ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഈ 2 വലിയ എമ്മുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഇപ്പോഴും ഈ
ഇച്ചാക്ക എന്ന് പറഞ്ഞ് അത്രത്തോളം സ്നേഹത്തോടെ, അത്രത്തോളം ബഹുമാനത്തോടെ, അത്രത്തോളം ആദരവോടുകൂടിയാണ് ലാലേട്ടൻ സംസാരിക്കുന്നതും ലാലേട്ടൻ്റെ കഴിവിനെ കുറിച്ച് അത്രത്തോളം ബഹുമാനത്തോടെ, ഇഷ്ടത്തോടെ ഒരു സഹോദരൻ എന്ന രീതിയിലാണ് മമ്മൂക്കയും സംസാരിക്കുന്നത്. പിന്നെ ഇവരുടെ മക്കള് അഥവാ ലാലേട്ടൻ്റെ മകനായ പ്രണവ് മോഹൻലാലും ദുൽഖർ സൽമാനും ഒരുമിച്ച് അറിയാവുന്നവരാണ്, ഒരുമിച്ച് ഒരേ ഫീൽഡിൽ തന്നെ നിൽക്കുന്നവരാണ്. അതേപോലെ തന്നെ ഇന്ന് പല സിനിമാ നടന്മാരുടെയും അത് ഡയറക്ടർമാരുടെ ഒക്കെ മക്കള് ഒക്കെ സിനിമയിൽ ഇപ്പോഴും ഉണ്ട്. അവരും തമ്മിൽ നല്ല കണക്ഷനാണ്, അവർ തമ്മിൽ അറിയുന്നുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. അവരവരുടെ സിനിമയിൽ ഈ പറയുന്ന ബാക്കിയുള്ള നടന്മാർ വന്ന് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ ശ്രീനിവാസന്റെ മകന്റെ പടത്തിന്, വിനീത് ശ്രീനിവാസന്റെ പടത്തിലാണ് ഈ ലാലേട്ടന്റെ മകനൊക്കെ വന്ന് അഭിനയിക്കുന്നത്. നല്ല വിജയങ്ങളും കൈവരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ദുൽഖർ സൽമാനെ, അതേപോലെ തന്നെ പ്രണവ് മോഹൻലാലിന്റെ സിനിമ വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ വല്ല ഫാൻ ഫൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് അഭിനയിക്കില്ല. പിന്നെ ആദ്യത്തെ സ്റ്റീനിലുള്ള പോലെ തന്നെ ഇപ്പോൾ എന്നേക്കാൾ മുമ്പിൽ അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ വിജയം മറ്റവൻ്റെ സിനിമയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാവുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നുണ്ടോ എന്ന് അങ്ങനത്തെ ഒരു തോന്നലും ഇല്ല. കാരണം ഇന്നത്തെ സിനിമകൾ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന മലയാളത്തിൽ മാത്രമല്ല മറ്റു പല ഭാഷകളിലും മൾട്ടി ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത്. ഒരു സിനിമയിൽ തന്നെ 2-3 നടന്മാരുണ്ടാവും. അപ്പം അവനാണ് നടൻ എന്നാൽ ഈ പടം വിജയിക്കേണ്ട, കാരണം അവനാണല്ലോ ലീഡ് റോൾ എന്നൊക്കെ വിചാരിക്കുന്നത് വെറുതെ. ഇപ്പം RDS സിനിമ ഇറങ്ങി, RDSന്റെ പേര് കുറേ ഇങ്ങനത്തെ കേട്ടിരുന്നു. ചിലവരുടെ അടുത്തുണ്ടാവും, ഇല്ലാതിരിക്കാം. എന്നിരുന്നാൽ പോലും RDS ഇങ്ങനത്തെ കുറച്ച് കേട്ടിരുന്നു. സത്യം പറഞ്ഞാൽ 2020 എന്ന് പറയുന്ന ദിലീപ് ഡയറക്ട് ചെയ്ത മലയാളത്തിലെ 90% ആക്ടർ നടന്മാരും നടിമാരും സിനിമയിലുള്ള എല്ലാ ആൾക്കാരും ഉൾപ്പെട്ട ഒരു സിനിമയാണ് അത്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഇതേപോലെ ഒരുപാട് മൾട്ടി ആക്ടേഴ്സ് ഉൾപ്പെട്ടിട്ടുള്ള സിനിമകൾ ഇറങ്ങി തുടങ്ങി. പിന്നെ ക്രിസ്ത്യൻ ബ്രദേഴ്സ് ഇറങ്ങി, പിന്നെ അതേപോലെ ചൈന ടൗൺ ഇറങ്ങി. അതിലിങ്ങനെ 2-3 നടന്മാർ ഒരുമിച്ച് അഭിനയിക്കുന്ന ഒരു സിനിമ ശൃംഖല അല്ലെങ്കിൽ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ് തുടങ്ങി എനിക്ക് തോന്നുന്നത് അവിടെ നിന്നാണെന്നാണ് കൂടുതലായിട്ട് കേട്ടോ. അല്ലെങ്കിൽ അതിന് മുമ്പ് ഉണ്ടായിട്ട് എന്നാൽ കൂടുതലായിട്ട് എനിക്ക് തോന്നിയേക്കണം അതിന് ശേഷമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അവര് അഭിനയിക്കുമ്പോൾ ഞങ്ങളുടെ സിനിമ വിജയിക്കണം എന്നല്ലാണ്ട് അവനാണ് ലീഡിങ് റോള്, ആ പടം വിജയിക്കേണ്ട, ഞാൻ ലീഡിങ് റോളാവുന്ന സിനിമ മാത്രം അഭിനയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ ആ സിനിമകളിൽ പോയി അഭിനയിക്കില്ല. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഓസ്ലാർ എന്ന് പറയുന്ന ജയറാമിന്റെ സിനിമ വന്നു, ജയറാമിന്റെ സിനിമ എന്നാണ് പറയുന്നത്. എന്നാലും അത് ഈ മമ്മൂക്ക വന്നതിന് ശേഷമാണ് ആ പടം വേറെ റേഞ്ചിലേക്ക് പോയതും ഈ ജയറാമിന്റെ കരിയറിൽ തന്നെ 30 കോടി മേലെ കളക്ട് ചെയ്ത ഒരു പടമായി മാറിയത്. അപ്പോൾ ഒരാള് അവന്റെ പടമാണ് അല്ലെങ്കിൽ അവന്റെ പേരിലാണ് ആ പടമെങ്കിൽ ഞാൻ അഭിനയിക്കുന്നില്ല, ഞാൻ മൂലം ആ പടം വിജയിക്കണ്ട എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മമ്മൂക്ക പോയി അതിൽ അഭിനയിക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി നമ്മുടെ നടന്മാരുടെ ഇടയിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ചില പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മനസ്സിൽ അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മെന്റാലിറ്റി അങ്ങനെയാണ് ചിന്തിച്ചു കൂട്ടുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ടൊവിനോ തോമസിന്റെ ഇന്റർവ്യൂ 10-27 മിനിറ്റിന്റെ ഇന്റർവ്യൂ ആണ്. നിങ്ങൾ ഈ പറയുന്ന മൂവി മാൻ എന്ന ചാനലിൽ പോയി കാണുകയാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ ഒരു അടിപൊളി ഇന്റർവ്യൂ ആണ്. എല്ലാവരും മറക്കാതെ പോയി കാണുക. ബൈ.